തെറ്റിപ്പോയിട്ടും മറന്നു സഞ്ചരിച്ചിട്ടും നമ്മളെ പിന്തുടർന്ന് വന്ന് കൈവിടാതെ കൈ നീട്ടി നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നൽകുന്ന ദൂത് അതാണ്. അവൻ നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ കൈ ഒന്ന് നീട്ടി അങ്ങോട്ട് കൊടുത്താൽ നിശ്ചയമായും നമ്മുടെ പരാജയങ്ങളിൽ നിന്നും, നമ്മുടെ തകർച്ചകളിൽ നിന്നും, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും, ശൂന്യതകളിൽ നിന്നൊക്കെ വിടുവിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ കൈ നീട്ടി സൗഖ്യമാക്കട്ടെ, വിടുവിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് ഇങ്ങനെ ഒരു ദൂത് നൽകാൻ കാര്യം, കർത്താവ് എപ്പോഴും നമ്മളെ സഹായിക്കാൻ ഒരുക്കമായി നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് കൈ നീട്ടി തരുമ്പോൾ നമ്മുടെ കൈ നീട്ടി അത് പിടിക്കണം. ഹല്ലേലൂയ. യേശു ഒരു ശബ്ബത്തിൽ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുകയാണ്. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ശബ്ബത്ത് ദിവസമായതുകൊണ്ട് ഈ മനുഷ്യനെ സൗഖ്യമാക്കുകയില്ലയോ എന്ന് മതനേതാക്കളായ പുരോഹിതന്മാർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്ത്. എന്നാൽ അവരുടെ നടുവിൽ വെച്ച് യേശു ചെയ്ത കാര്യമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 3:5 അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. കുറ്റം ചാർത്താനായിട്ട് പല ആളുകളും നിൽക്കുന്നതിന് നടുവിൽ യേശു സൗഖ്യം ആവശ്യമുള്ളവനോട് പറഞ്ഞു, നീ കൈ നീട്ടുക, കൈ നീട്ടുക. നിന്റെ വരണ്ട കൈയാണ്. നീട്ടാൻ പറഞ്ഞപ്പോൾ അവൻ വിശ്വാസത്തോടെ കൈ നീട്ടിക്കൊടുത്തു. ആ കൈ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഈ ദൂത് പറയുമ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ കൈ ഒന്ന് നീട്ടിക്കൊടുക്കുവാൻ, വിശ്വാസത്താൽ ആ കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് പിടിക്കാനായി തയ്യാറാണെങ്കിൽ ഇനി ഒരിക്കലും വിടുതൽ പ്രാപിക്കില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ കർത്താവ് അതിന് സാഹചര്യം ഏതാണെങ്കിലും കർത്താവ് നിങ്ങളെ കൈ നീട്ടി സൗഖ്യമാക്കും. ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഒരു രക്തസ്രവക്കാരിയായ സ്ത്രീയെ കാണുന്നു. അവൾ പബ്ലിക് സ്ഥലത്താണ്, വലിയ പുരുഷാരം കൂടിയ സ്ഥലത്ത് യേശു കടന്നു പോകുമ്പോൾ, യേശുവിനെ ജനങ്ങൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ രക്തസ്രാവക്കാരി, നാളുകളായി രക്തസ്രാവമുള്ളവരായ സ്ത്രീ, 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ഇഴഞ്ഞു വന്ന് അവളുടെ കൈ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തെ തൊട്ടു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവളെ സൗഖ്യമാക്കി. അവളുടെ ശരീരത്തിൽ പെട്ടെന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. കൈ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. വിശ്വാസത്തോടെ കൈ നീട്ടുക, വിശ്വാസത്തോടെ കർത്താവിലേക്ക് നോക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ നിലവിളിക്കുക, വിശ്വാസത്തോടെ കൈ ഒന്ന് ഉയർത്തിക്കൊടുക്കുക. ആ കരങ്ങളെ കർത്താവ് പിടിക്കും. ഹല്ലേലൂയ. യേശു യോഹന്നാന്റെ സുവിശേഷം 6:37 പറഞ്ഞു, പിതാവ് എനിക്ക് തരുന്നൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ അവൻ കൈ വിടത്തില്ല, കൈ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10:28 എഴുതിയിട്ടുണ്ട്, പിതാവ് എനിക്ക് തരുന്ന ആടുകളെ കുറിച്ച് പറയാണ്. എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ആരും അവരെ അപഹരിക്കുകയില്ല, ആരും പിടിച്ചു പറിക്കുകയില്ല. അതെ, കർത്താവിൻ്റെ കയ്യിലേക്ക് നാം ചെന്നു കൊടുത്താൽ, നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഒരിക്കലും അവൻ നമ്മെ വിട്ടുകളയില്ല, ഉപേക്ഷിക്കില്ല. പത്രോസ് യേശുവിൻ്റെ സ്നേഹം ഒക്കെ അറിഞ്ഞവനാണെങ്കിലും പിന്നീട് യേശു ക്രൂശിക്കപ്പെട്ട ശേഷം അവൻ കർത്താവിനെ മറന്നൊന്ന് സഞ്ചരിച്ചു. എന്നാൽ യേശു അവനെ തേടിച്ചെന്നു. അവനായിരുന്ന കടലിൽ, ഗലീലക്കടലിലേക്ക് കർത്താവ് ഒന്നുകൂടെ ചെന്നിട്ട് അവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവനോട് ചോദിച്ചു, നീ ഇവയിലധികമായി, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ആ തിബിരിയാസ് കടൽക്കരയിൽ യേശു കർത്താവ് അവൻ്റെ സ്നേഹത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ ആ 2 കരവും ചേർത്ത് വെച്ച് ആ പത്രോസിനെ ചേർത്ത് പിടിച്ച് നിർത്തി സ്നേഹം ഉറപ്പാക്കി കൊടുത്ത് അവനെ അടുത്ത മേഖലയിലേക്ക് ദൈവം നയിച്ചതുപോലെ പലതും അറിഞ്ഞിട്ടും തെറ്റിപ്പോയ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് വിടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കരം ഒന്ന് ചേർത്ത് പിടിച്ചു കൊടുക്കണം.
കർത്താവ് നമ്മെ കാര്യങ്ങളിൽ വഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തെറ്റ് സമ്മതിച്ചാൽ, കുറവുകൾ സമ്മതിച്ചൊന്ന് ഏറ്റു പറഞ്ഞു. ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ആരും കാണുകയില്ല, നീതിമാന്മാരായിട്ട് ആരുമില്ല. കാരണം നീതിമാന്മാരെ തേടി അല്ല യേശു വന്നത്. ഹല്ലേലൂയ. ക്രിസ്തു യേശു പാപികളെ തേടി, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് തീമോഥെയോസിന്റെ 1-ാം ലേഖനം, പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ അത്രേ വന്നത്. ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് ലംഘനങ്ങൾ വിടുവിക്കാൻ ആഗ്രഹിക്കും. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ നിത്യമായി ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അടുത്ത വാക്യം, എൻ്റെ പാപങ്ങൾ ഞാൻ ദൈവത്തോട് അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പം എൻ്റെ അകൃത്യങ്ങളെ ഞാൻ ദൈവത്തോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാപത്തിൻ്റെ കുറ്റം കർത്താവ് ക്ഷമിച്ചു തന്നു. കർത്താവ് കാത്തിരിക്കുക നമ്മളൊന്ന് അങ്ങോട്ട് ചെന്ന് പറയാൻ. അങ്ങനെ പറയുമ്പോൾ അവൻ നമുക്ക് ക്ഷമിക്കുവാൻ കരുണയുള്ള കർത്താവാണ്. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആര് വിശ്വസിക്കുന്നു അവന് വേണ്ടി പ്രായശ്ചിത്തമാകാൻ യേശുവിനെ പിതാവായ ദൈവം നിർത്തി. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി, ദൈവം അവനെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിലെറിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ ഓർക്കാതെ അത് പിറകിലെറിഞ്ഞു കളഞ്ഞിട്ട് നമ്മുടെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിക്കുകയാണ്. നിങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, അവൻ അതിനെ അനുവദിക്കുന്നുമില്ല. സ്നേഹത്തോടെ രക്ഷിക്കുകയാണ്. മുടിയനായ പുത്രന്റെ കഥയെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആ മകൻ മടങ്ങി വരുന്നതും കാത്ത് ആ പിതാവ് നോക്കിയിരുന്നു. ഒടുവിൽ ആ മകൻ മടങ്ങി വരുമ്പോൾ അപ്പൻ ദൂരത്തുനിന്ന് അവനെ കണ്ടു. പിതാവ് അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആ 2 കരങ്ങളും കെട്ടിപ്പിടിച്ച് അവനെ വാരിപ്പിണർന്നു. പിതാവിൻ്റെ സ്നേഹം അതാണ്. കാത്തിരിക്കുകയാണ് പാപങ്ങൾ ക്ഷമിക്കാൻ, പരിഹരിക്കാൻ, ചേർത്ത് പിടിക്കുവാൻ. അതെ, ആ കൈ നീട്ടിക്കൊടുത്തു. ആ വരണ്ട കൈ സൗഖ്യമാക്കിയ കർത്താവ് നമ്മുടെ കരങ്ങളിൽ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ കൈവിടത്തില്ല. നിങ്ങളെ പലരും കൈവിട്ടിട്ട് പോയാലും, പലരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയാലും, പലരും നിങ്ങളെ അവോയ്ഡ് ചെയ്താലും നിങ്ങളുടെ കൈവിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ആ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ഉപേക്ഷിക്കില്ല. കർത്താവിലേക്കൊന്ന് അടുത്തല്ല, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. പ്രിയ കർത്താവേ, ഈ മക്കൾ നിങ്കിലേക്ക് കര ഉയർത്തുകയാണ്, ഞങ്ങളുടെ മനസ്സുയർത്തുകയാണ്, വിശ്വാസത്താൽ അവിടുത്തെ കരങ്ങൾ പിടിക്കുകയാണ്. കർത്താവേ, നിന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഒരു വിടുതൽ ഈ മക്കൾക്ക് ദൈവം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നീ അല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഞങ്ങളെ കൈവിടാത്ത ഒരു ദൈവം, കർത്താവേ, ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം വേറെയില്ല. ഞങ്ങളിത് വിശ്വസിക്കുന്നു കർത്താവേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഒരുമിച്ചതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടട്ടെ, ക്ഷമിക്കപ്പെടട്ടെ, മറയ്ക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, കൈ നീട്ടി ഇവരെ വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ. അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം ദൈവം കരുതിയ ഒരു അത്ഭുതം വെളിപ്പെട്ടു വരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. കർത്താവിനോട് പറ്റി നിൽക്കാം. കരങ്ങളെ കർത്താവ് നീട്ടും. നമുക്ക് മുറുകെ പിടിക്കാം. ഒരു വിടുതൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ കുറേ പേർക്ക് പങ്കുവയ്ക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.